ആരോഗ്യ മേഖലയുടെ സമസ്ത മേഖലകളും സ്തംഭനത്തിലാണ് എന്ന് പറഞ്ഞാല് രോഗികളോട് ശസ്ത്രക്രിയയ്ക്കുള്ള മരുന്നും ഉപകരണങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം. വേറെ എന്തെങ്കിലും കേരളം ഫോം ചെയ്തതിന് ശേഷം ഇതുവരെ ഇത്രയും വലിയ ഒരു ദുരന്തകാലം ഉണ്ടായിട്ടേയില്ല. അപ്പം അങ്ങനെ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല, ഉപകരണങ്ങൾക്ക് കേടുപറ്റിയാൽ അതിനെ നന്നാക്കുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ട് സങ്കലിതമായ ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ നമ്മൾ കാണണം, അതായത് 2012 കൊണ്ടുവന്നതാണ് കാരുണ്യ ബെനവളൻ സ്കീം. അതായത് 5 തരം പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്നല്ല പറയേണ്ടത്, വലിയ രോഗങ്ങൾ. ആ രോഗങ്ങൾ അതായത് കരളിനെ ബാധിക്കുന്ന, കിഡ്നിയെ ബാധിക്കുന്ന, ലിവറിനെ ബാധിക്കുന്ന, ക്യാൻസർ പോലെയുള്ള പ്രധാനപ്പെട്ട 5 രോഗങ്ങൾ പാവപ്പെട്ടവർക്ക് അത് പിടിപെട്ടാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ വലിയ പണച്ചെലവുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾക്ക് സഹായം നൽകാനായിട്ടാണ് കാരുണ്യ ലോട്ടറി കൊണ്ടുവരുന്നത് 2012. ആ 2012 കൊണ്ടുവന്ന കാരുണ്യ ലോട്ടറി വഴിയുള്ള പണം മുഴുവനും ഈ കാരുണ്യ ബെനവളൻ സ്കീം അഥവാ കാരുണ്യ ആരോഗ്യ പദ്ധതിയിലേക്ക് കൊടുക്കണം എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ആ വകുപ്പിന്റെ ചെലവ് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് പോകേണ്ടതാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ തന്നെ ഇതാ 1129 കോടി കുടിശ്ശിക കിടക്കുന്നു എന്ന് പറഞ്ഞ്, ഇത് ഈ ഒരു വർഷം കൊണ്ടുണ്ടായ കുടിശ്ശികയല്ല, കഴിഞ്ഞ പല വർഷങ്ങളായിട്ടുള്ള കുടിശ്ശികയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജുകളുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ, ജനറൽ ആശുപത്രികളുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ഒന്നും മരുന്നേ ലഭ്യമല്ല. അപ്പൊ ഇതെല്ലാം പുറത്തു പോയി രോഗികൾ വാങ്ങണം. പാവപ്പെട്ട രോഗികൾ എന്തിനാണ് ഒരു ജനറൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ വരുന്നത്? അവിടെ അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ മെഡിക്കൽ സേവനം കിട്ടും, മരുന്നും എല്ലാം കിട്ടും എന്ന് വിചാരിച്ചാണ്. അങ്ങനെ യാതൊരു സേവനവും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് താഴ്ത്തപ്പെട്ടു പോയി നമ്മുടെ ആരോഗ്യ മേഖല. ഒരുപക്ഷെ അതായത് ഈ ആരോഗ്യ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്, കേരളത്തെ വളരെ മഹത്വീകരിച്ച് എല്ലാവരും കാണുമ്പോഴാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് സമയത്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഇലക്ഷൻ ചട്ടം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ആരോഗ്യ മേഖലയിൽ ഇപ്പൊ നമ്മൾ നോക്കിയാൽ ബജറ്റുകൾ എടുത്തു നോക്കുക, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ബജറ്റ് എടുത്തു നോക്കിയാൽ നമുക്കറിയാം ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ കേരള ഗവൺമെന്റ് ചെലവഴിക്കുന്നത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ ഒക്കില്ല. എന്നിട്ടും നമ്മൾ ആരോഗ്യ രംഗത്ത്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതിന്റെ പ്രധാനപ്പെട്ട പിന്നെ 2 ഘടകങ്ങൾ, 2 നോംസ് ആണ് ഈ ആരോഗ്യവും വിദ്യാഭ്യാസവും. അതിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു. അത് ഇവിടെയുള്ള സ്വകാര്യ മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട്, മൂലധന നിക്ഷേപം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ മെഡിക്കൽ കോളേജുകൾ, അതായത് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട മെഡിക്കൽ കോളേജുകളൊക്കെ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ്? ധനപ്രതിസന്ധി മൂലം. എന്നാൽ ഇവിടെ വന്ന നികുതി വരുമാനം എവിടെ പോയി? നികുതിയേതര വരുമാനം എവിടെ പോയി? അതൊക്കെ വകമാറ്റി ചെലവഴിച്ചു.